സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി എണ്ണ പലഹാരമാണ്. പഴംപൊരി ഉണ്ടാക്കാം നമുക്ക് കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാടൻ പഴം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പഴംപൊരി ഉണ്ടാക്കാം. നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നതിനെ കഴിഞ്ഞും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരി. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിനിലേക്ക് ഒരു 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കാം. മൈദയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി നമുക്കൊരു അല്പം ഉപ്പ്, ഒരു ശകലം ഈസ്റ്റ്, നന്നായിട്ടൊന്ന് പദം വരാൻ വേണ്ടി അല്പം ഈസ്റ്റും കൂടെ ചേർത്ത് ഇത് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇതിൻ്റെ മിക്സിങ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സായെങ്കിൽ ഈ പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായെങ്കിൽ മാത്രമേ അതിൻ്റെ പദത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള പദം കിട്ടണമെങ്കിൽ നമുക്ക് നന്നായിട്ടത് പതഞ്ഞ് പൊങ്ങണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളവും പാടില്ല, ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഈ പരുവത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലെവലിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഒരു 4 മണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം. ഒന്ന് പുളിച്ച് പൊങ്ങണം. അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ മൂടി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇട്ടാറ്, ഈസ്റ്റും അതുപോലെ നമ്മുടെ പഞ്ചസാരയും കൂടെ ചേർത്ത കാരണം നന്നായിട്ടിത് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ നന്നായിട്ട് നല്ല പതമുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്കിതിൽ നമ്മുടെ വാഴയ്ക്ക മുക്കി ഫ്രൈ ആക്കി എടുക്കാൻ. നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പഴം നമുക്ക് നടുവേ ഇതേപോലെ കട്ട് ചെയ്ത് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പമുള്ള പഴമല്ല, അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഇത് കട്ട് ചെയ്യാം. ഇത് ഒത്തിരി വളമൊന്നും ചേർക്കാത്ത നാടൻ പഴമാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടിക്കകത്തേക്ക് നമുക്ക് 1 ലിറ്ററോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്തും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലാണ്. ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഴം, നമ്മുടെ ഏത്തയ്ക്കാപ്പഴം നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ബൈ 1 ആയിട്ട് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയായ നമുക്ക് ഒത്തിരി ഇടാൻ പറ്റില്ല. ഒരു 4-5 എണ്ണം ആദ്യം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം മറിച്ചിട്ട് എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറിൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
വീണ്ടും നമുക്കിതേപോലെ അല്പാൽപമായി ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബ്രൗൺ കളറാണ് നമുക്കിതിൻ്റെ പാകം. ഒരുപാട് കരിയാനും പാടില്ല, വേവ് കുറയാനും പാടില്ല. നമുക്കൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളിതേപോലെ വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ എല്ലാം നമ്മളിതേപോലെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ആ പഴങ്ങളെല്ലാം നമ്മളിത് ഈ മാവിൽ മുക്കി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേ കണ്ടീഷനിൽ ഫ്രൈ ചെയ്ത് എല്ലാം മാറ്റിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പഴംപൊരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മൾ കടയിലൊക്കെ കിട്ടുന്നതിൽ കഴിഞ്ഞും അതിലും ഒന്നുകൂടെ ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ സാധനമാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ? നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്താറുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റാണത്. ആ സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് കഴിഞ്ഞ് ടോപ്പാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന എണ്ണക്കടികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ.